ഞാൻ കളിയാക്കിയതല്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് നീ. ഓരോ അവസരങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തരുടെ കഴിവ് പുറത്തു വരുന്നത്. ആഹാ, കൊള്ളാലോ. അപ്പൊ ഇവള് വലിയ നടിയാവൂന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ ആവുമെങ്കിൽ ആവട്ടെ. നാളെ വലിയൊരു നടിയുടെ അമ്മയാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞ് അഭിമാനിച്ചൂടെ? അയ്യോ, എനിക്കൊന്നും വേണ്ടേ. ഇപ്പൊ ഞാൻ ഇത്രയും മക്കളുടെ അമ്മയാ. ആ അമ്മയുടെ സ്ഥാനം മാത്രം മതി എനിക്ക്. അല്ലാതെ വലിയ താരത്തിന്റെ അമ്മയൊന്നും എനിക്ക് ആവണ്ടേ. രാജീവ്, എന്തായി? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. സച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. സന്ദീപ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയും. അതെനിക്ക് മനസ്സിലായി. അവനിപ്പോ അവന്തികയുടെ കൂടെയാണല്ലോ. സച്ചേട്ടൻ, രാജീവ് എന്നോടൊന്നും മറച്ചു വെക്കരുത്. എന്നെ സഹായിക്കാന്ന് രാജീവ് എനിക്ക് വാക്ക് തന്നതാ. അർച്ചനയ്ക്ക് എന്നെ സംശയമുണ്ടോ? ഗോകുലിനോടും ഗൗരിമോളോടും ഒപ്പം അർച്ചന എന്ന് ഈ വീട്ടിലുണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അർച്ചനയെ സഹായിക്കാന്ന് പറഞ്ഞ വാക്കിനെ ഒരു മാറ്റവും വരുത്തില്ല. പഴയ പോലെയല്ല സച്ചിയുടെ ഇപ്പോഴത്തെ ജീവിതം. അതില് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്ത് മാറ്റങ്ങൾ? അർച്ചന ഉടനെ തന്നെ തിരികെ ചെല്ലുമെന്ന് അയാൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാര്യങ്ങളൊന്നും ഇതുവരെ അയാൾ വീട്ടിൽ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും അത് പറയാം. ആതിരയുടെ കാര്യം? അർച്ചന പറഞ്ഞാൽ ശരിയാ. ടൗണിലുള്ള കനകനിധി പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിലാ ആതിര ഇപ്പൊ ജോലി ചെയ്യുന്നത്. അതിന്റെ പരസ്യ അർച്ചന സോഷ്യൽ മീഡിയ കണ്ടത്. എനിക്ക് അവളെ ഒന്ന് കാണണം. ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അത് നമുക്ക് റിസ്ക് ആണ്. എന്തെങ്കിലും പിഴവ് പറ്റിയ നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യം പിന്നെ പരസ്യമായെന്നും വരും. ഈശ്വര, പറയുന്ന കേട്ടില്ലേ? രഹസ്യം പരസ്യമാക്കും പോലും. അപ്പൊ ഇവര് തമ്മിൽ എന്തോ അവിഹിതമുണ്ട്. എന്റെ ദൈവമേ, ഇവർ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുവാണോ? ഈ രഹസ്യം പറിച്ചില്ലേ എവിടെ വരെ പോകുന്നെന്ന് നോക്കട്ടെ. ഒരു ദിവസം എല്ലാം കൂടി ഞാനങ്ങ് പൊളിച്ചടുക്കും. സമൃദ്ധ, ശിശിര നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ഇത് തന്നെ ധാരാളം. നമുക്ക് പിന്നെ സംസാരിക്കാം.